നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം സ്വന്തമാക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമാകുന്നത് എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കുള്ളത് സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതത്തിൽ സംതൃപ്തി അടയാൻ കഴിയാത്തത് നമുക്കുള്ളത് കൊണ്ട് മതി എന്ന് വിചാരിക്കാൻ കഴിയാത്തതാണ് കാരണം. പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് എന്തുണ്ടോ അതെനിക്ക് ഉണ്ടാകണം, അതുപോലെ എനിക്ക് ആകണം എന്നുള്ള വ്യാമോഹമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം. അതുകൊണ്ട് തന്നെ അത് കൈയടക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അവിടെ നമ്മൾ പരാജയപ്പെട്ടു കഴിയുമ്പോൾ നിരാശ എന്ന വലിയ ആ ഒരു രോഗത്തിലേക്ക് നമ്മൾ മാറും. പിന്നെ ജീവിതത്തിൽ ഒരു സുഖവും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപേ പറഞ്ഞത്, നമ്മൾ കാണുന്നതെല്ലാം, ഇഷ്ടപ്പെടുന്നതെല്ലാം, മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നതെല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താലാണ് എൻ്റെ ജീവിതം മനോഹരമാകൂ എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു വലിയ അബദ്ധമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു നല്ല അനുഭവമാണ് മനോഹാരിതയുള്ള ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കൊക്കെ ദൈവം ഓരോരോ കഴിവുകൾ തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി ആ കഴിവിൽ നിലനിന്നുകൊണ്ട് അതിൽ വളരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. പലപ്പോഴും നമുക്കൊന്നും അതിന് കഴിയാറില്ല. മറിച്ച് സംഭവിക്കുന്നത്, എൻ്റെ കഴിവ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാതെ, എൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ, എൻ്റെ സാധ്യതകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാതെ, മറ്റുള്ളവന്റെ കഴിവും മറ്റുള്ളവനെ പോലെ ആകണം, അവനെ പോലെ ആയി തീരണം എന്നുള്ള മോഹത്തിൽ ഓടുമ്പോഴാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്ത്? എനിക്ക് ഞാനാകാനും കഴിയില്ല, ട്രൈ ചെയ്ത് അവനെ പോലെ ആകാനും കഴിയത്തില്ല. എന്റെ സൈഡും പരാജയപ്പെടും, മറു സൈഡിൽ ഞാൻ അധ്വാനിക്കുന്ന അധ്വാനവും പാഴ്വേലയായി മാറുകയാണ്. ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ സന്തോഷത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉള്ളത് മതി എന്ന് വെക്കുവാൻ കഴിയണം. നമുക്ക് തന്നിരിക്കുന്ന കഴിവ്, നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ, നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടോ, അത് സമ്പത്തായാലും ആരോഗ്യമായാലും മറ്റ് ആത്മീയ സാഹചര്യങ്ങളായാലും എന്ത് തന്നെയായാലും അതിൽ നിലനിന്നുകൊണ്ട് തൃപ്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സന്തോഷത്തോടെ അതിൽ നിലനിന്നുകൊണ്ട് വളരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു അർത്ഥപൂർണതയുള്ള ജീവിതമാകുന്നത്. അത് തന്നെ ദൈവവും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ സന്ദേശം നിങ്ങളോടുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് ഏറ്റെടുത്ത് പ്രായോഗികമാക്കാൻ കഴിയേണ്ടുന്ന ഒരു സന്ദേശമായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാണുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അത് അവർക്കുള്ളതാണ്, അത് അവരാസ്വദിക്കട്ടെ. അതിനെ വേണമെന്ന് വിചാരിച്ച് അതിനു വേണ്ടി ഓടുമ്പോൾ അത് ലഭ്യമാകാതെ നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെ സമയവും സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ വലിയ പരാജയത്തിലേക്കായി മാറുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ എനിക്കുള്ളത്, നമുക്കുള്ളത്, അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ, അതിൽ നിലനിൽക്കുവാൻ, അതിൽ വളരുവാൻ കഴിയുന്ന ഒരു അർത്ഥവത്തായ, അർത്ഥപൂർണതയുള്ള ഒരു നല്ല ജീവിതം പടുത്തുയർത്തുവാൻ എന്നെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി ഒരുങ്ങാം, നമ്മെ തന്നെ ഒരുക്കാം എന്ന സുവാർത്തയോടെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.